കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 71 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ഈ വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ശ്രദ്ധിച്ച്, 70 സങ്കീർത്തനം ദാവീദിൻ്റെതാണ്. അതിനെ തുടർന്നുകൊണ്ട് എഴുതുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് 71 സങ്കീർത്തനത്തെ നമുക്ക് ദൈവശാസ്ത്രപരമായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം 71 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യമാണ്. രണ്ടാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം എന്നെ സൂക്ഷിക്കണമേ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നൊരു ഭാഗം. എന്തുവാണ് ദാവീദ് പ്രാർത്ഥനയ്ക്ക്? ദാവീദ് പറയുന്നത്, എൻ്റെ വാർദ്ധക്യം, എൻ്റെ നര ഇതുള്ള കാലത്തും എന്നെ നീ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കുകയും ചെയ്യരുത് എന്ന് പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ചിന്ത. എന്താണ് ഇതിന് കാരണം? ശ്രദ്ധിക്കുക, അവിടെ പറയുന്നൊരു കാര്യമാണ്, അടുത്ത തലമുറയോട് നിൻ്റെ ഭുജത്തെ എനിക്ക് പറയണം, അടുത്ത തലമുറയോട് നിൻ്റെ പ്രവൃത്തിയെ എനിക്ക് പറയുവാനുണ്ട്. അതുകൊണ്ട് എൻ്റെ വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം എന്നെ ഉപേക്ഷിക്കരുത്. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഈ സന്ദേശത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ തലമുറയ്ക്ക് വേണ്ടിയല്ല, ഇല്ലെങ്കിൽ ഒരു കാലത്തിന് വേണ്ടിയല്ല. നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആരെയൊക്കെയാണോ ദൈവം ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ പിന്നാലെ വന്ന നായകന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അല്ല, സ്തോത്രം. ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അല്ലേ? പ്രവാചകന്മാരെ ശ്രദ്ധിച്ചാൽ എലിയാവിന് പിറകെ എലീശ വന്നിട്ടുണ്ട്, അഹരോന് പിറകെ അഹരോൻ്റെ തലമുറ വന്നിട്ടുണ്ട്, മോശ എന്ന ദൈവമനുഷ്യന് പിറകെ യോശുവ വന്നിട്ടുണ്ട്, പൗലൂസിന് പിറകെ തീമത്തിയോസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ സ്തോത്രം അനേക വ്യക്തിത്വങ്ങളുടെ പിറകെ ചലിച്ച വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. എന്തുവാ എൻ്റെ അർത്ഥം? നമ്മൾ കൊണ്ട് തീരുന്നതല്ല വാഗ്ദത്തം, അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതാണ് വാഗ്ദത്തം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ, ഒരുപക്ഷെ ആയുസറ്റുപോയോ, ഇല്ലെങ്കിൽ ഇനി എനിക്ക് ജീവിതമില്ലേ, ഇല്ലെങ്കിൽ ഇവിടത്തോളം മതി എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചത്. പകരം നീ കഴിഞ്ഞ അടുത്ത തലമുറയിലേക്ക് ചിലത് നീ മുഖാന്തരം കൈമാറാനുണ്ട്. അതിനു വേണ്ടിയാണ് സ്വർഗം നിന്നെ വിളിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നത്. എന്നോടാകട്ടെ നിങ്ങളോടാകട്ടെ പരിശുദ്ധാത്മാവിന് ഈ പ്രഭാതത്തിൽ കൈമാറുവാൻ കഴിയുന്നൊരു ദൂതാണ്. ഒരു തലമുറയ്ക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ അഭിഷേകം ചെയ്തത്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇടവരുന്നത്. നിങ്ങൾക്കറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ചിലതിൻ്റെ മേൽ ചിലത് കൈമാറപ്പെടുമ്പോൾ അതൊരു ഘട്ടത്തിന് വേണ്ടിയല്ല, ഒരു ഏരിയയ്ക്കോ ഒരു മേഖലയ്ക്കോ വേണ്ടിയല്ല, അതൊരു ആഗോള വ്യാപകമായ ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? അല്ല, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 8 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ഇതാണ് ദൈവം നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കാലം കൊണ്ട് കടന്നു പോകുന്നതല്ല വാഗ്ദത്തം, നീ എന്ന വ്യക്തി കൊണ്ട് തീരുന്നതല്ല വാഗ്ദത്തം. നിന്നിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, അടുത്ത ജനറേഷനിലേക്ക് ഒരു വാഗ്ദത്ത കൈമാറ്റം, ഒരു അഭിഷേക കൈമാറ്റം നടക്കുകയാണ്. അതുവരെ കർത്താവ് നിന്നെ സൂക്ഷിക്കും, അതുവരെ ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. അതാണ് ഇവിടെ പറയുന്നത്, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ദൈവമേ എന്നെ ഉപേക്ഷിക്കരുത്. ആ ഒരു പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ, ദൈവപ്രവൃത്തികളെ കണ്ട് കർത്താവിൽ സന്തോഷിക്കപ്പെടുവാൻ പരിശുദ്ധനായ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്ന് ബലപ്പെടുന്ന നന്മകളെ കൊണ്ട് നിറയ്ക്കും. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.